ഈശോ മിശിഹായുടെ തിരുഹൃദയം കഴിഞ്ഞാൽ സ്നേഹത്തിന് ഏറ്റവും മഹിമയുള്ള ഒരു ഹൃദയമാണ് ദൈവമാതാവിൻ്റെ. രണ്ടാമത് നമ്മൾ ധ്യാനിക്കുന്നത് ഏറ്റവും പരിശുദ്ധിയുള്ളതാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം. മൂന്നാമതായിട്ട് ഇത്തരത്തിൽ പരിശുദ്ധിയുള്ള മഹിമയുള്ള ആ ദൈവമാതാവിൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുവാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ള വലിയൊരു ഹൃദയത്തിന് ഉടമ കൂടിയിട്ടാണ് പരിശുദ്ധ ദൈവമാതാവ് എന്നാണ് നമ്മളിന്ന് വണക്ക വായനയിൽ വായിച്ചു കേൾക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ വലിയ മഹനീയ ഹൃദയത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ അത് ഉൽപ്പത്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം ദൈവമാതാവ് എപ്പോൾ എവിടെ ജനിച്ചു എന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ